മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് SFIയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഏത് മേഖലയിലും ഒരു സംഘടന മാത്രമേ പാടുള്ളൂ. അത് അവരുടെ ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിയാണ്. അതായത് കോളേജുകളിൽ SFI മാത്രമേ പാടുള്ളൂ. അത്തരത്തിലുള്ള അവർ മോൾഡ് ചെയ്ത് കോളേജുകളെയും സർവകലാശാലയും അത്തരത്തിൽ അവർ സജ്ജീകരിക്കുക. വലതുപക്ഷം ഭരിക്കുന്ന കാലത്ത് മാത്രമേ അത്തരത്തിലുള്ള സമരങ്ങൾ അവർ ചെയ്യാറുള്ളൂ. ഭരണവരെ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു, ആ പറഞ്ഞത് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെയാണ് ഈ കേരള പോലീസിന്റെ ഒരു വീഴ്ച പറയുന്നത്. ആ ഏതാണ്ട് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സമിതിയുടെ ഉപാധ്യക്ഷനാണ്, ക്യാബിനറ്റ് റാങ്കുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ ചവിട്ടി നിലത്തിടുന്നവരെ കാത്തു നിന്ന പോലീസുകാരനെ എന്താ ചെയ്യണ്ടേ? അവിടെ ഒരു ടേബിൾ ഇട്ട് രക്ഷകർത്താക്കൾ വരുമ്പോൾ അവരുടെ പേരും അഡ്രസ്സും കുറിച്ചെടുക്കുക മാത്രമല്ല, ഒരു റെസിപ്റ്റ് ഉണ്ട്, അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് നീ SFI ആണ്, അതിൻ്റെ പണം വാങ്ങിക്കുകയാണ്. ആർഷോ അയാൾക്ക് 30 വയസ്സ് കഴിഞ്ഞു. അയാൾ ഇപ്പോഴും ബിരുദ വിദ്യാർത്ഥിയാണ്. പക്ഷെ അയാൾക്ക് ഇപ്പോൾ അയാൾ 5 വർഷ കോഴ്സിനാണ് പഠിക്കുന്നത്. അപ്പോൾ 5 വർഷം 6 ആഴ്ച കഴിയുമ്പോഴേക്കും നേരെ അടുത്ത് LLB ചേരും. അപ്പോൾ വിദ്യാർത്ഥി തൊഴിലാളികളായ കുറേ പേരുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നത് ഞാനും അയാൾ ഇവരുമായിട്ട് സംസാരിക്കുന്നതും ഇവരെന്നെ തെറി വിളിക്കുന്നതും തല്ലുന്നതും മുഴുവൻ CCTV ദൃശ്യങ്ങളിലുണ്ട്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് വേണ്ടേ പോലീസ് നടപടിയെടുക്കാൻ. പക്ഷെ പോലീസ് കേസെടുക്കുന്നില്ല. അതിന് പകരം ഇവർ കൊടുത്ത SFI കൊടുത്ത പരാതികളിൽ പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കും. നമസ്കാരം, വ്യൂ ഫൈൻഡറിലേക്ക് സ്വാഗതം. കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് വ്യൂ ഫൈൻഡർ ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് 2 അതിഥികളാണ്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം ചെയർമാൻ ശ്രീ ശശികുമാർ, മറ്റൊന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ GK സുരേഷ് ബാബു. വെൽക്കം സർ. ശരിക്കും നമ്മൾ ഉന്നത വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട. കേരളം എപ്പോഴും നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മൾ മലയാളികൾ പറയുന്നത് നമ്മൾ ബൗദ്ധിക നിലവാരം ഭയങ്കരമായി ഉന്നത നിലവാരത്തിലുള്ള ബൗദ്ധിക നിലവാരം ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ ഉന്നതി ഉണ്ടോ എന്നുള്ളതാണ് ഒരു പരിഗണനാ വിഷയം. ഇപ്പോൾ അത് പരിഗണിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ വരാനുള്ള ഒരു കാരണം, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ നടന്ന ഒരു കൃത്യം. ആ ഒരു വിഷയം അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ താങ്കളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? അതിലൂടെ നമുക്കൊന്ന് തുടങ്ങാം. ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് പൂർണ്ണമായും തകർച്ചയിലാണ്. വാസ്തവത്തിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമാനിച്ചിരുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മെച്ചത്തെക്കുറിച്ചാണ്. ബൗദ്ധികമായി മലയാളികൾ മെച്ചമാണെങ്കിലും അവർക്കതനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലും പഠിക്കുവാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ക്രമാതീതമായ കുറവും നമ്മുടെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പലായനം ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സർവകലാശാലകളിലെ ഇൻഡിസിപ്ലിനാണ്. അതിന് മുഖ്യമായ കാരണം SFI ആണെന്ന് ഞാനല്ല പറഞ്ഞത്, ഞങ്ങളുടെ ക്യാമ്പയിനല്ല പറഞ്ഞത്, ഭരണകക്ഷിയിലുള്ള ഒരു പ്രമുഖ സംഘടന തന്നെ പറഞ്ഞു SFIയുടെ പോക്ക് അപകടകരമാണ്. ഈ പോക്ക് തിരുത്തണമെന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിയുമ്പോൾ, അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്ത് നടത്തുന്ന CPMൻ്റെ വിശകലന യോഗങ്ങളിൽ SFIയെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത് സംഘടന പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്, അവരുടെ വളർച്ചയിൽ അസൂയ പൂണ്ട പലരും ആ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇതെന്ത് മെസ്സേജാണ് നമ്മുടെ സംസ്ഥാനത്തിൽ തരുന്നത്? മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് SFIയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായി സാർ. അതിൽ ഒന്ന് ഇടപെട്ടൊന്നും ചോദിച്ചോളട്ടെ. ശ്രീ GK സുരേഷ് ബാബു, താങ്കൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? SFI ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുന്നുണ്ടോ? SFI മാത്രമല്ല, SFIയോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ 2021 മുതലാണ് ശശികുമാർ പറഞ്ഞ രീതിയിൽ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്കുള്ള കുത്തൊഴുക്ക് ആരംഭിക്കുന്നത്. ഇപ്പോൾ പ്രതിവർഷം 35,000 കുട്ടികൾ ആണ് 2021 പോയിരുന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 75,000-നും 1,00,000-നും അടുത്തേക്ക് ഉള്ള വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിലേക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകും.
അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ 5000 കോടി രൂപയാണ് പ്രതിവർഷം കേരളത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ തകർച്ച, ഈ തകർച്ച ഈ കോളേജുകളിലെ സംഘർഷം മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പാഠ്യക്രമം, അധ്യാപക നിയമനം, കൊള്ളാവുന്ന അധ്യാപകരില്ലാത്ത അവസ്ഥ, വെറൈറ്റി കോഴ്സസ് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അദ്ദേഹം പങ്കെടുത്ത ഒരു സെമിനാറിൽ ഞാൻ മോഡറേറ്ററായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഭയങ്കര രസമാണ്. അദ്ദേഹം പൂനെയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറുമ്പം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, പെൺകുട്ടി, തിരുവനന്തപുരത്തേരിയാണ്. അപ്പോൾ ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ പുള്ളി വിചാരിച്ചു വല്ല പ്രൊഫഷണൽ കോഴ്സിനായിരിക്കുന്നു. അല്ല, ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, BA. അപ്പോൾ ചോദിച്ചു BAക്ക് കേരളത്തിൽ ഇത്രയും കോളേജിലുള്ളപ്പം എന്തിനാ മോള് ഈ പൂനെ വരെ പഠിക്കാൻ വന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, അങ്കിൾ, അപ്പോൾ ഇദ്ദേഹം VC ആണെന്ന് കുട്ടിക്ക് അന്നേരം മനസ്സിലായിട്ടുണ്ടാകുന്ന തോന്നില്ല. അങ്കിൾ എന്ത് മണ്ടത്തരാ പറയുന്നത്, കേരളത്തിൽ ഇത്തരം കോഴ്സൊന്നും ഇല്ല. ഈ ഇക്കണോമിക്സും പരിസ്ഥിതിയും പൊളിറ്റിക്കൽ സയൻസ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തുള്ള കോഴ്സ് കിട്ടിയാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ, ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള പുതിയ മിക്സ് കോഴ്സസ് അത് കേരളത്തിലില്ല. ഫോറൻസിക് സയൻസ്, ആർക്കിയോളജി തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ആ പാഠ്യക്രമമുള്ള കോഴ്സുകൾ കേരളത്തിലില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്? ശശികുമാർ പറഞ്ഞ ഒരു വശമേ പറഞ്ഞുള്ളൂ. ശശികുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഫൈറ്റ് ഞാൻ അതിൻ്റെ ഒരു സാക്ഷിയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാധ്യമപ്രവർത്തനത്തിൽ ശശികുമാറുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ സർവകലാശാലകളുടെ വിദ്യാഭ്യാസം നന്നാക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മളും പങ്കാളിയാണ്. ഈ അധ്യാപക നിയമനം, ഷംസീർ, PK ബിജു തുടങ്ങിയ ഓരോരുത്തരുടെയും, രാകേഷ്, ഓരോരുത്തരുടെയും ഭാര്യമാരെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മെറിറ്റ് അട്ടിമറിച്ചിട്ട് കണ്ണൂർ സർവകലാശാലയിലൊക്കെ നടന്ന മെറിറ്റിൻ്റെ അട്ടിമറി. അപ്പം ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ CPMൻ്റെ സ്വാധീനം ശക്തമായ കാലം മുതലാണ് ഇതുണ്ടായിട്ടുള്ളത്. SFIയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല, കോൺഗ്രസ്സുകാരും ചെയ്തിട്ടുണ്ട്. പോയിന്റ് ക്ലിയർ ആണ് സർ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം വിദ്യാഭ്യാസ രംഗത്തെ കോഴ്സുകളുടെ വൈവിധ്യവൽക്കരണം, അതിൽ എത്രത്തോളം പിന്നോട്ട് പോകുന്നു, അത്തരം കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ പറയുന്നത് SFIയുടെ ഗുണ്ടായിസം അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് താങ്കൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഗുരുദേവ കോളേജിലെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നാം കാണുന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ വരുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക്, അതായത് പുതുതായി ആ കോളേജിലേക്ക് വരുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് വേണമെന്ന് പറയുന്നു. അതൊരു അധ്യാപകൻ ഡിനേ ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈഡ് ആയിട്ട് അവരെ അനുമതി നൽകുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു തർക്കം ഒരു അധ്യാപകനെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു. ശരിക്കും ഇത് നമ്മുടെ മൂല്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു അധ്യാപകനെ വരെ, ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല, ഇനി നാളെ സംഭവിക്കില്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അധ്യാപകനെ വരെ കായികമായി കൈയേറ്റം ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറുന്നു എന്നുള്ളത് ഗുരുതരമായൊരു വിഷയമല്ലേ? അതേക്കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ. അല്ല, ഇത് CPM കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു തീരുമാനമെടുത്തത് ഏത് മേഖലയിലും ഒരു സംഘടന മാത്രമേ പാടുള്ളൂ. അത് അവരൊരു ഫാസിസ്റ്റ് ഐഡിയോളജിയാണ്. അതായത് കോളേജുകളിൽ SFI മാത്രമേ പാടുള്ളൂ. അധ്യാപക മേഖലയിൽ അധ്യാപകരുടേതായിട്ടുള്ള AKGCT, AKPCT തുടങ്ങിയ സംഘടനകളെ പാടുള്ളൂ. അത്തരത്തിലുള്ള അവർ മോൾഡ് ചെയ്ത് കോളേജുകളെയും സർവകലാശാലയും അത്തരത്തിൽ അവർ സജ്ജീകരിക്കുകയാണ്. പക്ഷേ സർ, ഇതേ വിദ്യാർത്ഥി സംഘടന CPM പ്രൊമോട്ട് ചെയ്യുന്ന അവരുടെ പോഷക സംഘടനയായ SFIയുടെ എന്താ പറയുക, അവരുടെ ക്യാപ്ഷൻ, ആപ്തവാക്യം തന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. അപ്പോൾ ഈ ജനാധിപത്യത്തിന് അവിടെ എന്ത് മൂല്യമാണുള്ളത്? അല്ല, അതില്ലാത്തതുകൊണ്ടാണ് അവരെപ്പോഴും അവരുടെ ഫ്ലാഗിൽ അത് കാണിച്ചിരിക്കുന്നത്. ഇത് മൂന്നും അവരുടെ ഇതില്ല. പക്ഷേ അത് പ്രചരണത്തിലതുണ്ട്. പക്ഷേ സർ, അവർ ചെയ്തിട്ടുള്ള മുൻകാല ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ SFI ഒരുപാട് ഐതിഹാസികമായ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ തെരുവിലിറങ്ങിയിട്ടുണ്ട്, തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് പല വിദ്യാർത്ഥി നേതാക്കന്മാർ. അവരിൽ പലരും പിന്നീട് നമ്മുടെ ഭരണകർത്താക്കളായി മാറുക പോലും ചെയ്തിട്ടുണ്ട്. ആ നല്ല വശങ്ങൾ മുഴുവൻ നമുക്ക് പൂർണ്ണമായി നിരാകരിക്കാൻ സാധിക്കുമോ? അല്ല, അതായത് വലതുപക്ഷം ഭരിക്കുന്ന കാലത്ത് മാത്രമേ അത്തരത്തിലുള്ള സമരങ്ങൾ അവർ ചെയ്യാറുള്ളൂ. ഭരണവരെ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നവർ പറഞ്ഞിരുന്നു, ആ പറഞ്ഞത് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് SFI. തീർച്ചയായിട്ടും ഒരു കാലത്ത് ഞാനും അവരുടെ പ്രവർത്തനത്തെ അങ്ങറ്റം ആകർഷകനായിട്ടുണ്ട്.
പക്ഷേ ഇന്നതല്ല. ഭരണം കിട്ടുന്നതിന് വേണ്ടി അത് ഒരു പ്രചരണായുധമാക്കുകയും സമരം ചെയ്യും. തിരിച്ചു വരുമ്പോഴേക്കും അവർ നേരെ ആ തെറ്റ് തന്നെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. നമ്മുടെ എല്ലാത്തിനും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നമ്മുടെ ഈ വിദേശ സർവകലാശാലകളുടെ വരവുമായി ബന്ധപ്പെട്ടിട്ട് കോവളത്ത് ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ, തീരുമാനമായിട്ടില്ല, ഒരു സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ എല്ലാവരും ആദരിക്കുന്ന ഡോക്ടർ ടി പി ശ്രീനിവാസൻ അദ്ദേഹത്തെ കായികമായി കയ്യേറ്റം ചെയ്ത ഒരു സംഭവം അന്നുണ്ടായി. പക്ഷേ കാലങ്ങൾക്കിപ്പുറം അതേ വിദ്യാർത്ഥി സംഘടനകളുടെ വക്താക്കൾ തന്നെ, അവരുടെ പ്രൊമോട്ടേഴ്സ് തന്നെ അതേപോലെ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇത് എല്ലാ കാലത്തും ഉണ്ട്. ടി എം ജേക്കബിന്റെ കാലത്ത് പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം നടത്തി. ടി എം ജേക്കബ് മാറി പി ജെ ജോസഫ് വന്നപ്പോൾ ഒരു വ്യത്യാസമില്ലാതെ ഹയർ സെക്കൻഡറിയുടെ പേരിൽ ഇത് നടപ്പാക്കി. ഇതിനകത്തൊരു വിഷൻ വേണം. സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടത് എന്താണ്? ഇതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു സമവായം വേണം. ടി പി ശ്രീനിവാസന്റെ കേസിൽ ടി പി ശ്രീനിവാസൻ ഈ തല്ലാൻ വരുന്ന കക്ഷിയുടെ അടുത്ത് ജനാധിപത്യപരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രതിഷേധിച്ച ആളിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ചെകിടത്തടിച്ചത്. അദ്ദേഹം മലയാളിയാണെന്ന് മാത്രമല്ല, ഭാരതത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നയതന്ത്ര വിദഗ്ധരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിലെ സർവകലാശാല ജേർണലിസം പ്രൊഫസറാണ്. അപ്പൊ ഇത്രയും ഭയങ്കരമായ അക്കാഡമിക് ബ്രില്യൻസും ക്രെഡിബിലിറ്റിയുള്ള ഒരു മനുഷ്യനെ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ തല്ലി നിലത്തിട്ടു. അവിടെയാണ് ഞാൻ കേരള പോലീസിന്റെ ഒരു വീഴ്ച പറയുന്നത്. ആ ഏതാണ്ട് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സമിതിയുടെ ഉപാധ്യക്ഷനാണ്, ക്യാബിനറ്റ് റാങ്കുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ ചവിട്ടി നിലത്തിടുന്നവരെ കാത്തു നിന്ന പോലീസുകാരനെ എന്താ ചെയ്യണ്ടേ? ഇതേ പോലീസുകാർ തന്നെ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂല് നോക്കിക്കഴിഞ്ഞാൽ കൊയിലാണ്ടിയില് അതേ പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഒരു പ്രിൻസിപ്പളിനെ പറയുകയാണ്, അയാൾ 2 കാലിൽ നടന്നു പോകില്ല, ആംബുലൻസ് കൊണ്ടുപോകും, അയാൾ പോവുകയാണെങ്കിൽ 2 ആംബുലൻസ് കൂടെ വേണം, എന്നാൽ തിരികെ കൊണ്ടുപോകാനാ, അങ്ങനെയാ പറയുന്നത്. പക്ഷെ പോലീസുകാർ ഒരു സ്വമേധയാ കേസെടുക്കുന്ന പോലീസുകാർ ഇതിലൊന്നും ചെയ്തില്ല. അല്ല, അതിനകത്ത് ഒരു പ്രശ്നം കൂടെ. ഈ ഗുരുദേവ കോളേജിലെ ഇഷ്യൂ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വേണം കാണാൻ. നേരത്തെ ശശികുമാർ പറഞ്ഞ CPM നിലപാട് ഇതിനകത്ത് വലിയ പ്രസക്തമാണ്. ഗുരുദേവ കോളേജിൽ മാത്രമല്ല, SNDPയുടെ ശ്രീനാരായണ SN ട്രസ്റ്റ് നടത്തുന്ന എല്ലാ കോളേജുകളിലും ഈ പ്രശ്നമുണ്ട്. SFI എന്താണ്? SN കോളേജ്, ആലത്തൂർ SN കോളേജ്, മറ്റെന്തെങ്കിലും വിഷയം? അതെ, ആലത്തൂർ SN കോളേജ്, ചേളന്നൂർ SN കോളേജ്, ഗുരുദേവ കോളേജ് തുടങ്ങി ഈ മലബാർ മേഖലയിലെ എല്ലാ SN കോളേജുകളിലും ഇതേ രീതിയിൽ SFI പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? അത് രാഷ്ട്രീയമാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് രാഷ്ട്രീയമായ വിദ്വേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണോ ഇതിന്റെ പിന്നിൽ? അല്ല, രാഷ്ട്രീയം ഉണ്ട്, അത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്താണ് താങ്കളുടെ ഒരു കാര്യം? ഇപ്പോൾ ഗുരുദേവ കോളേജിന് മുമ്പ് ഞാൻ മറ്റൊരു സിദ്ധാർത്ഥൻ്റെ കേസ് പറയാം. സിദ്ധാർത്ഥൻ്റെ കേസ് കഴിഞ്ഞപ്പോൾ അവിടെ ഗവർണറുടെ സമയോചിതമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ അവിടെ ഒരു അന്വേഷണം നടക്കില്ലായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ നടന്ന വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിനെ ന്യായീകരിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് അക്രമം അവിടെ കൊലപാതകം, സിദ്ധാർത്ഥൻ്റെത് കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഗവർണറുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അവിടെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു, പുതിയ വൈസ് ചാൻസലർ നിയമിച്ചു, അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് CBI അന്വേഷണം നടന്നു. പക്ഷേ ഇനിയും ആ തീരുമാനങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇപ്പോൾ കുട്ടികളെ പരീക്ഷ എഴുതാൻ വരെ കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ കേസ് ചാർജ് ചെയ്തതിൽ തന്നെ വീഴ്ചകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസോടുകൂടി, കാരണം അവരെ സംബന്ധിച്ചോളം സിദ്ധാർത്ഥൻ്റെ കേസിൽ ആ 19 SFI വിദ്യാർത്ഥികളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അവരുടെ ക്ലാസ് നഷ്ടപ്പെടാൻ പാടില്ല, അവർക്ക് ഡിഗ്രി കിട്ടിയിരിക്കുന്നത് SFIയുടെ ഒരു തീരുമാനമാണ്. കാരണം ആ തീരുമാനം നടപ്പിലാക്കിയില്ലെങ്കിൽ അത് കേരളത്തിലെ SFIയുടെ ഭാവി പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. കാരണം കുട്ടികൾ ലൈസൻസ് കൊടുത്തേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അതിൻ്റെ തനിയാവർത്തനമാണ് ഈ പറഞ്ഞ കൊയിലാണ്ടിയിൽ നടന്നത്. കൊയിലാണ്ടി കോളേജിലെ ഞാൻ ഒറ്റ പറയാം, കൊയിലാണ്ടിയിൽ ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താ? അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നല്ലൊരു കാര്യമല്ലേ അത്? പ്രിൻസിപ്പൽ അനുവാദം കൊടുക്കണ്ടേ? ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കേണ്ടത് ആരാ? യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പഠിക്കാനായിട്ട് പുതിയ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ആ ക്യാമ്പസിനെ കുറിച്ചൊന്നും അറിയാതെ രക്ഷകർത്താക്കളായിട്ട് വരെയാണ്. അവിടെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് അവിടുത്തെ സിസ്റ്റം എന്ന് മനസ്സിലാകുമ്പോൾ അവരെ സഹായിക്കുന്നതിന് അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കേണ്ടത് ആരാ? ആ കോളേജ് അതോറിറ്റീസാണ്.
ഇത് വിദ്യാർത്ഥി സംഘടനകൾ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ കുറച്ച് നാളായി തുടങ്ങി. എനിക്ക് നേരിട്ട് അനുഭവമുള്ളതല്ലേ. ഞാൻ പലപ്പോഴും പല കോളേജുകളിൽ അത് കാണുന്നതിന് വേണ്ടി പോയി. അവിടെ ഒരു ടേബിൾ ഇട്ട് രക്ഷകർത്താക്കൾ വരുമ്പോൾ അവരുടെ പേരും അഡ്രസ്സും കുറിച്ചെടുക്കുക മാത്രമല്ല, ഒരു റെസിപ്റ്റ് ഉണ്ട്, അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് നീ SFI ആണ്, അതിൻ്റെ പണം വാങ്ങിക്കുകയാണ്. ഇതൊരു വലിയ പണപ്പിരിവ് കൂടെ ഉണ്ട് ഡെസ്കിൽ. അത് മാത്രമല്ല, ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ അറിയോ? ഈ കോളേജിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പലിൻ്റെ മുറി കാണിച്ചു കൊടുക്കാന്നല്ലാതെ. ഈ കോളേജിൽ തന്നെ വിഷയത്തിൽ പ്രിൻസിപ്പൽ തന്നെ പറയുന്നുണ്ട്, അവിടെ ഇരുന്ന ആൾക്കാരോട് അദ്ദേഹം ചോദിക്കുന്നു ഈ ഇന്ന കോഴ്സിൽ പോകുമ്പോഴുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. അതെ, ഞാനതാ പറഞ്ഞത്. അവരിയ്ക്കുന്നത് കോഴ്സിനെ കുറിച്ച് ഒന്നായി ഇപ്പോൾ 4 ഇയർ ബിരുദ കോഴ്സാണ്. അതിനെക്കുറിച്ച് ഇവിടുത്തെ അധ്യാപകർക്കോ പ്രിൻസിപ്പലിനോ പോലും വ്യക്തതയില്ലാതെയാണ് തിരക്ക് പിടിച്ച് പ്രവേശനോത്സവം നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ അതിൽ വേറെ താങ്കൾ പറഞ്ഞ പോയിന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ശരിക്കും ഒരു കോളേജിലേക്ക് വലിയൊരു ക്യാമ്പസ്, ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എടുക്കുക ഫോർ ആൻ എക്സാമ്പിൾ, വലിയൊരു ക്യാമ്പസാണ്. അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എവിടെയൊക്കെയാണ്, ഓഫീസ് എവിടെയാണ്, അത്തരം കാര്യങ്ങൾ പോലും ബേസിക് ആയിട്ട് എവിടെ പോകണം, ഓഫീസിൽ പോയി ഫീസ് അടയ്ക്കണമെങ്കിൽ എവിടെ പോകണം, ഇവിടെ തൊട്ടടുത്തൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നു, മേ ബി അത് എടുക്കാനായിട്ട് എവിടെ പോകണം, അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗം ആൾക്കാരായിരിക്കും ഇവിടെ വരുന്നത്. അങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുന്നത് കൊണ്ടോ സംഘടിക്കുന്നത് കൊണ്ടോ അതിൽ തെറ്റില്ല. പക്ഷെ താങ്കൾ പറയുന്നത് പോലെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് മാത്രമാക്കുക, അവരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുക, ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. വിദ്യാർത്ഥി സംഘടനകൾ സംഘടിച്ചിട്ട് എല്ലാവരും കൂടെ, അല്ലെങ്കിൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ കോളേജിലെ അക്കാഡമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഏർപ്പാട് ചെയ്യുക. അതിന് അപ്പൊളിറ്റിക്കലായിട്ട് വിദ്യാർത്ഥികളെ ഇരുത്താം. ഇത് അതിന് പകരം SFI വരുമ്പോൾ SFIക്ക് പെർമിഷൻ കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ 10 മിനിറ്റ് ഇരുന്നോട്ടെ, അതിനിടയ്ക്ക് നമ്മുടെ ആൾക്കാർ വരാനുണ്ടെന്ന് പറയുമ്പോൾ ഈ ഏരിയ സെക്രട്ടറി വന്നിട്ട് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതാണ് ഗുരുദേവ കോളേജിലെ ഇഷ്യൂ ഉണ്ടായത്. ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള സ്ഥാപനമാണ്. അവിടെ നടക്കുന്നത് വിദ്യയാണോ അവിദ്യയാണോ? എന്തിന്റെ പേരിലായാലും എന്ത് വിയോജിപ്പായാലും ഒരു അധ്യാപകനെ കായികമായി തല്ലുക എന്ന് അവന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അല്ല, ഈ എന്തെന്നറിയോ സുരേഷ്, സംഭവം ഈ വന്നിരിക്കുന്ന അവിടുത്തെ കുട്ടികളല്ല, അല്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എവിടുത്തെ അല്ല, അയാൾ ഇവർ വിദ്യാർത്ഥികളല്ല. SFIക്ക് കുറെ വിദ്യാർത്ഥി തൊഴിലാളികളുണ്ട്. വിദ്യാർത്ഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോ കറക്റ്റാണ്. ഇത് കാര്യവട്ടം കാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥി എന്ന് പറയുന്ന പേരില് 40, 45, 50 വയസ്സ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. പേര് പറയാലോ, ആർഷോ. അയാൾക്ക് 30 വയസ്സ് കഴിഞ്ഞു. അയാൾ ഇപ്പോഴും ബിരുദ വിദ്യാർത്ഥിയാണ്. അയാൾ ആർഷോയാണ് നമ്മൾ ഇന്നലെ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് സമീപിച്ചിരുന്നു. തിരക്കുകൾ കാരണം വരാൻ കഴിയാത്തതാണ്. അയാൾക്ക് ഇപ്പോൾ അയാൾ 5 വർഷ കോഴ്സിനാണ് പഠിക്കുന്നത്. അപ്പൊ 5 വർഷം 6 ആഴ്ച കഴിയുമ്പോഴേക്കും നേരെ അടുത്ത് LLBക്ക് ചേരും. അപ്പോൾ വിദ്യാർത്ഥി തൊഴിലാളികളായ കുറേ പേരുണ്ട്. ഇവർ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ അവർ ചേട്ടാന്ന് വിളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, ചേട്ടന്മാരാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പസ് പ്രവർത്തിക്കേണ്ടത്. ഈ ഡെസ്കിലിരുന്ന ആൾക്കാരെല്ലാം എക്സ്റ്റേണൽ സ്റ്റുഡൻസാണ്, ആ ക്യാമ്പസിലെ കുട്ടികളല്ല. അപ്പോൾ അവർക്ക് പ്രിൻസിപ്പൽ എന്തും കൈകാര്യം ചെയ്യാം. അപ്പോൾ പ്രിൻസിപ്പൽ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവരുടെ മെമ്പർഷിപ്പ് നടക്കില്ല, പണപ്പേര് നടക്കില്ല, മറ്റ് പ്രവർത്തനങ്ങൾ നടക്കില്ല, അന്നത്തെ വരുമാനം കുറയും. അപ്പോൾ പ്രിൻസിപ്പലിനെ താങ്കൾ പറയുന്ന പോയിന്റ് യോജിക്കുന്നു. അതിനോടൊപ്പം താങ്കൾ നേരത്തെ പറഞ്ഞതിനോട് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ചോദിക്കുകയാണ്. അതായത് ഈ SN കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പിന്നിലെ പൊളിറ്റിക്സ് എന്താണ് ശരിക്കും? ഈ അധ്യാപകൻ, ഈ ബാധിക്കപ്പെട്ട പ്രിൻസിപ്പൽ, അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹം എതിർചേരിയിലുള്ള രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്? അദ്ദേഹം ചേരിയിലൊന്നുമില്ല. പക്ഷെ ഈ സംഭവത്തിന് ശേഷം ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നോക്കിയാൽ മലബാർ മേഖലയിലെ എല്ലാ SN കോളേജുകളിലും ഇത്തരത്തിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. അക്രമം അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കിയത് മുഴുവൻ SFIക്കാരാണ്. ആസൂത്രിതമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പൊ ഇത് ആരെ സഹായിക്കുന്നത്? ഈ കോളേജ് അടഞ്ഞു കിടന്നാൽ, ഈ കോളേജുകൾ അടഞ്ഞു കിടന്നാൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? ഇപ്പം ഈ ഹെൽപ്പ് ഡെസ്കോ അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ സഹായിക്കാൻ, വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ. ഇപ്പം ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ വന്നവരാണ്. ഞാനും ഒരു വിദ്യാർത്ഥി സംഘടനയിൽ ഉണ്ടായിരുന്നു. നമ്മൾ നിറപറയും നിലവിളക്കും വെച്ചിട്ടാണ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തിരുന്നത്. ശരിക്കും ഈ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ലെവലിൽ കുട്ടികൾക്ക് ഈ സ്വാഗതം ഇത് എന്താ പറയുക പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. ഈ ഒരു യുവാക്കളായി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉയർന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ സ്വീകരിക്കുന്നതിന് ഒരു സിസ്റ്റമാറ്റിക് ഒരു ചടങ്ങ് ഉണ്ടാക്കുന്നത് എത്രത്തോളം ഭൂഷണമാണ്? അല്ല, അതിനെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ നഴ്സറിയിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശനോത്സവം നടത്തും. ഈ കോളേജിൽ പഠിച്ചു വരുന്ന കുട്ടികൾ, സ്കൂളിൽ പഠിച്ചു വരുന്ന വളരെ മെച്യൂറായിട്ടുള്ള കുട്ടികൾ, അവർക്ക് പ്രവേശനോത്സവം നടത്തുന്നതിൻ്റെ പിന്നീട് ഉദ്ദേശം മറ്റൊന്നുമല്ല. ഒന്ന്, 28-ാം തീയതി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ഓറിയൻറ്റേഷൻ
ടു ഓൾ ടീച്ചേഴ്സ്. യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജിലുള്ള 10,000-ഓളം അധ്യാപകർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നു ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി ഡോക്ടർ ബിന്ദു. ഞാനൊന്ന് ചോദിക്കട്ടെ, യൂണിവേഴ്സിറ്റി ഓട്ടോണമസാണ്, സർവകലാശാലയുടെ അധിപരുന്ന വൈസ് ചാൻസലറാണ്. അവിടുത്തെ അക്കാഡമിക് കാര്യങ്ങൾ ഓറിയൻറ്റേഷൻ കൊടുക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ഫാക്കൽറ്റി ഉണ്ട്, അവിടെ ഡീനുണ്ട്, അവർ കൊടുക്കുന്നതിന് പകരം മന്ത്രി എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന രീതിയിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ല. ഇല്ലെങ്കിൽ അവർക്ക് എന്ത് കോമ്പിറ്റൻസിയാണ്? അപ്പോൾ അവർ നോക്കുന്നത് അറിയോ, 10,000 അധ്യാപകർക്ക് ഒരു മിനിസ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നു. ഒരു ക്രെഡിറ്റാണത്, പബ്ലിസിറ്റി. 2, മുഖ്യമന്ത്രി നേരത്തെ ചോദിച്ച മുഖ്യമന്ത്രി പ്രവേശനോത്സവം നടത്തുന്നു. കേട്ടുകേടിയുള്ള കാര്യമാണോ? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും 4 കൊല്ലത്തെ കോഴ്സ് ആരംഭിച്ചു, ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തില്ല. പക്ഷേ സാർ, ഇതിലൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഇത് സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനം കൂടിയാണ് നടപ്പാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് അത് ജനങ്ങളോട് സംവദിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, അത് പ്രചരണത്തിൽ പറഞ്ഞു ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു, അതല്ല ഉദ്ദേശം. പ്രചരണമാണ്. ഞങ്ങൾ 4 കൊല്ലത്തെ കോഴ്സ് നടത്തി. ഇവരെതിർത്താണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് UGC ഫണ്ട് കിട്ടില്ല എന്ന് വന്നപ്പോഴാണ് സംഭവം. എന്താ, UGCയുടെ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടുത്തെ ലക്ഷ്യം ആ ഫണ്ടാണ്. പിന്നെ ഇവിടെ അതിന് വേണ്ട ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ ഇല്ല, സിലബസ് ആയിട്ടില്ല, കരിക്കുലം ആയിട്ടില്ല, സ്കീം ഓഫ് വാല്യൂ എന്താണ് സ്കീം? അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ സ്കീം എന്താണെന്ന് അറിയില്ല. പക്ഷേ തിരക്ക് പിടിച്ച് നടപ്പിലാക്കും. ഈ സംഭവിക്കാൻ പോലെ എന്താ, അവർ നോക്കിയത് 1 യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട്, 2 വളരെ പ്രധാനം, നമ്മുടെ ഈ DPP സമ്പ്രദായത്തിൽ കൂടിയാണ് നമ്മുടെ +2 വരെയുള്ള വിദ്യാഭ്യാസം മട്ടത്തിലായത്. ഇനി ആ DPP മോഡലിലാക്കി മാറ്റും കേരളത്തിലെ ഇപ്പോഴത്തെ 4 വർഷത്തെ കോഴ്സ്. ആ രീതിയിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടറുണ്ടല്ലോ, വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ്, അദ്ദേഹം പറഞ്ഞല്ലോ +2 വരെ പാസ്സായ പോലും കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. നമ്മുടെ അത് എൻഡോഴ്സ് ചെയ്തു. അപ്പം ആ ഒരു അവസ്ഥ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വരാൻ പോവുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. താങ്കൾ നേരത്തെ പറഞ്ഞ വാദത്തോട് അതിനോടനുബന്ധിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതാണ് ഈ കൊയിലാണ്ടി കോളേജിലെ വിഷയങ്ങൾക്കെല്ലാം ആധാരം. ഒരു പുറത്തുനിന്നൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സംഘടനാ ഭാരവാഹികൾ അവിടെ ഇരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് അവിടെ ഉയർന്ന ചോദ്യം. പക്ഷേ ആ കോഴിക്കോട് നിന്ന് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലേക്ക് വരുമ്പോൾ സമാന സാഹചര്യത്തിൽ ഇവിടെയും ഒരു വിഷയം ഉണ്ടാവും. അവിടെയും ഇതേപോലെ ഒരു കിയോസ്ക് അല്ലെങ്കിൽ കൊടിതോരണങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഈഗോ ക്ലാഷസ് ഒക്കെയാണ് അവിടെയും സംഘർഷത്തിൽ കലാശിച്ചത്. കുറേയധികം വിദ്യാർത്ഥികൾക്ക് തല്ല് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ ജനാധിപത്യത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നവർ ഇവിടെയും അവിടെയും നിലപാടുകളിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അതിനെങ്ങനെ കാണും? നിലപാടിൻ്റെ വൈരുദ്ധ്യം മാത്രമല്ല, ഇത് നേരത്തെ പറഞ്ഞ മാതിരി കൊടിയിൽ എഴുതി വെക്കാനുള്ളതല്ല ജനാധിപത്യം എന്ന് പറയുന്ന പേര്. അത് ആ സംഘടനയുടെ പെരുമാറ്റത്തിലുണ്ടാവണം. എന്തുകൊണ്ട് SFIക്ക് ശക്തിയുള്ള കാമ്പസുകളിൽ മറ്റു സംഘടനകൾ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല? ASFന്റെ വനിതാ പ്രവർത്തകയോട് നിനക്ക് കുട്ടീനെ ഉണ്ടാക്കി തരും എന്ന് പറയുന്ന SFI നേതാവ് എന്താണ് അവൻ്റെ ജനാധിപത്യ ബോധം? എന്താണ് അവൻ്റെ സംസ്കാരം? ഇത് കേരളമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ 100% സാക്ഷരതയുള്ള ഇത്രയും ബുദ്ധിശക്തിയുള്ള ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം ആശാസ്യമാണ്. ഇവിടെ എത്ര പേര്, തോമസ് ഐസക്ക് മുതൽ ഇവരെല്ലാവരും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ വന്നവരാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയോ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ മാതൃഭൂമിയിൽ തിരുവനന്തപുരത്ത് ജേർണലിസ്റ്റായി വന്ന കാലം മുതൽ ഞാൻ എല്ലാ വർഷവും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സുരേഷ് കുറുപ്പ്, CP ജോൺ, MS കുമാർ, ഇവർ 3 പേരും കൂടാണ് എല്ലാ വർഷവും കവി കുഞ്ചുപിള്ള സ്മാരക പുരസ്കാരം നൽകുന്നതും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് CP ജോണും സുരേഷ് കുറുപ്പും ജോൺ പാർട്ടി വിട്ടതിന് ശേഷം ഇവർ കണ്ടാമിണ്ടുന്ന ടൈംസിലായിരുന്നില്ല സംഘടന ഇതില്. അപ്പൊ ആ സംഘടനകളിൽ തമ്മിലുള്ള ആ നേതാക്കന്മാർ തമ്മിലുള്ള വ്യക്തിബന്ധം, ഇതെങ്ങനെ ഈ കാമ്പസിൽ ഒരു പാർട്ടി മാത്രം മതി എന്നുള്ള നിലപാടാണ് ഇതിന്റെ പ്രശ്നത്തിന്റെ കാരണം. ഇത് മറ്റുള്ളവർക്കും പ്രചോദനമാവും. നേരത്തെ മലബാർ മേഖലയിലെ SN കോളേജുകൾ കേന്ദ്രീകരിച്ചെന്ന് പറയും. SN കോളേജ് മാത്രമല്ല, ഞാനും SN കോളേജിൽ മാത്രം മലബാർ മേഖലയിൽ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള അനിശ്ചിതാവസ്ഥയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ അടുത്ത കാലത്ത് ഒരു വീഡിയോയിൽ കണ്ടതാണ്. NS കോളേജ് ഒറ്റപ്പാലം,
അവിടുത്തെ പ്രിൻസിപ്പലിനെ കുറേ വിദ്യാർത്ഥികൾ വന്ന് തെമ്മാടി എന്നാണ് വിളിക്കുന്നത്. അതോടുകൂടി പ്രിൻസിപ്പൽ സൈലൻ്റായി. കാരണം പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് അറിയാം, പ്രിൻസിപ്പലിനെ അറിയാം. അദ്ദേഹം സഹിക്കുക. അതാണ് മറ്റൊന്ന്. പയ്യന്നൂർ കോളേജിൽ ഇൻറ്റേർണൽ മാർക്ക് കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവിടെയുള്ള ഒരു പ്രജിത എന്ന് പറയുന്ന ഡോക്ടർ പ്രജിത, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, രണ്ടുപേരുടെയും കാറ് പിറ്റേ ദിവസം രണ്ടുപേരുടെയും വീട്ടിന് മുൻപിൽ കിടന്ന കാറിനെ തീയിട്ടു. തീയിട്ടതിന് ശേഷം എന്താ ഇതുവരെ ഒരു കേസ് നടപടി എടുത്തിട്ടില്ല. ഇല്ല, ഒരു കേസ് നടപടി. കാര്യം അത് കുട്ടികൾക്കുള്ള ലൈസൻസ് ആണ്. ഇത് ഈ നമ്മുടെ ഗുരുദേവ കോളേജിൽ ഇതേ സംഭവം. ഗുരുദേവ കോളേജില് പ്രിൻസിപ്പൽ CCTV വിഷ്വൽസ് മുഴുവൻ കൊടുത്തു. അദ്ദേഹം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അല്ല, SFIക്കാർ പറഞ്ഞത് ഈ പുറത്തുനിന്ന് വന്ന SFI നേതാവിന്റെ ചെകിടടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പ്രിൻസിപ്പൾ പറയുന്നത് ഞാനും ഇവരുമായിട്ട് സംസാരിക്കുന്നതും ഇവരെന്നെ തെറി വിളിക്കുന്നതും തല്ലുന്നതും മുഴുവൻ CCTV ദൃശ്യങ്ങളിലുണ്ട്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കണ്ടേ? ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് വേണ്ടേ പോലീസ് നടപടിയെടുക്കാൻ? പക്ഷെ പോലീസ് കേസെടുക്കുന്നില്ല. അതിന് പകരം ഇവർ കൊടുത്ത SFI കൊടുത്ത പരാതികളിൽ പ്രിൻസിപ്പലിനെതിരെ കേസെടുത്തു. ഇത് തന്നെയാണ് ഇപ്പോൾ കാര്യവട്ടത്ത്. നേരത്തെ കാര്യവട്ടത്തെ കാര്യം സൂചിച്ചുകൊണ്ട് പറയാം. കാര്യവട്ടത്ത് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ സംഭവിച്ചെന്താ, ഞാൻ നേരിട്ട് കാണുന്നത് നമ്മുടെ സർവകലാശാലയാണല്ലോ. 25 വർഷമായിട്ട് കാര്യവട്ടം ക്യാമ്പസിൽ ഞാൻ ചെല്ലുമ്പോഴേക്കും ഞാൻ അവിടെ ഈ SFIയുടെ കൊടിയല്ലാതെ മറ്റൊരു കൊടിയോ ബോർഡോ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് ഈ വർഷം ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഈ മറ്റേ ബോർഡുകളെ സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും ബോർഡിനോടൊപ്പം തന്നെ KSന്റെ കൊടി മാത്രമല്ല രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പടങ്ങളും നീലക്കൊടികളും എല്ലാം കണ്ടു. ഇത് ഒരു വലിയ അസഹിഷ്ണുത ഉണ്ടാക്കി. അവരിതേപോലെ SFI ആയിട്ട് ബോർഡുകൾ പ്രദർശിപ്പിച്ചു ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു തിരിച്ച് എതിർ ശബ്ദം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായി. അത് സത്യമല്ലേ? അതുകൊണ്ടല്ലേ ഏറ്റവും നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന പോലെയുള്ള കോളേജാണ് കേരളവർമ്മ കോളേജ്. അവിടെ ഏതാനും വോട്ടുകൾ എണ്ണി തോൽപ്പിച്ചതാണ് അവിടുത്തെ KSUവിന്റെ കാൻഡിഡേറ്റ്, കാഴ്ചയില്ലാത്തൊരു കുട്ടി, അയാളെ തോൽപ്പിച്ചതാണ്. അപ്പൊ ആ രീതിയിലേക്ക് മാറ്റം നമ്മുടെ യുവാക്കളിൽ ഉണ്ടായിരിക്കുന്നു. അല്ല, ഈ അവിടെ ഗുരുവായൂർ തൃശ്ശൂർ കോളേജിലാണെന്ന് തോന്നുന്നു, സനൂഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തകൻ, വിദ്യാർത്ഥി പക്ഷത്തിന്റെ, അയാൾ യൂണിയൻ ജനറൽ സെക്രട്ടറി മറ്റോ ആയി. അയാളുടെ കണ്ണ് പൊട്ടിച്ചു കളഞ്ഞു. അയാൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, എതിർ ശബ്ദങ്ങളെ അക്രമത്തിലൂടെ അടിച്ചമർത്താനുള്ള ശ്രമം അതിന്റെ ജനാധിപത്യപരമല്ല. അതിന്റെ ഭാഗമായിട്ടാണ് കാര്യവട്ടത്ത് ഈ ഇറങ്ങിയ സംഭവം എന്താണെന്നറിയോ? ഈ സാന്റോസ് എന്ന് പറഞ്ഞ പയ്യനെ അവിടെയുള്ള മറ്റൊരു കുട്ടിയുടെ അവിടുത്തെ KSU യൂണിറ്റ് ലീഡറായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ ബ്രദർ ക്യാമ്പസ് ഗേറ്റിൽ കൊണ്ട് അതിനെ ഇറക്കുന്നു. അതിനുശേഷം ആ ബൈക്കിൽ ഇയാൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയാണ്. അവിടെ വെച്ച് സാന്റോസിനെ കൈയേറ്റം ചെയ്യാണ്. സാന്റോസിനെ 121 മുറിയിലേക്ക് കൊണ്ടുപോയൊരു സത്യമാണ്, ഞാൻ അയാളെ കണ്ടതാണ്. അയാൾ പറഞ്ഞു എന്നെ കൊണ്ടുപോയി മർദ്ദിച്ചു. പക്ഷേ ആ സമയം കൃത്യമായിട്ട് മറ്റു കുട്ടികൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ, പോലീസിൻ്റെ സാന്നിധ്യം അപ്പോൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ അടുത്തൊരു സിദ്ധാർത്ഥായിട്ട് അവിടെയുണ്ട് പ്രശ്നം. ഈ സാൻജോസിനെ കൊണ്ട് ഇടിക്കുന്ന സമയത്ത് പോലീസ് വന്നു. പോലീസ് വന്നതുകൊണ്ടാണ് ശശികുമാർ പറഞ്ഞ മാതിരി സിദ്ധാർത്ഥനാവാതെ. പക്ഷേ പോലീസ് എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പോലീസ് രാത്രി വന്നിട്ടില്ല, പോലീസ് രാവിലെ വന്നിട്ടാണ് FIR ഇട്ടിരിക്കുന്നത്. പോലീസ് രാവിലെ വന്നു. പറയുന്നത് അതിക്രമിച്ച് കയറുന്ന വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നാണ്. അതെ. എന്നിട്ട് വേറെ സംഭവം, വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നിമ്പേരാണ് വൈസ് ചാൻസലർ. അദ്ദേഹം രജിസ്ട്രാർ ചുമതലപ്പെടുത്തി അന്വേഷണം നടത്താൻ. രജിസ്ട്രാർ എന്ന് പറയുന്ന ആൾ പറയാതിരിക്കാൻ ഒക്കില്ല. അദ്ദേഹം പരസ്യമായിട്ട് ഞാനൊരു DYFI ആണ്, ഞാൻ DYFI പ്രവർത്തകനാണ്. ഇപ്പോൾ DYFI പ്രവർത്തകനായിരുന്നിരിക്കാം, രജിസ്ട്രാറായി കഴിഞ്ഞാലും DYFI പ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളുടെ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ രജിസ്ട്രാറുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് എന്തും ചെയ്യാം. SFI വിദ്യാർത്ഥികൾ നമ്മുടെ മറ്റു കുട്ടികളോട് പറയാണ്. ഇപ്പം എന്ത് ചെയ്തു? അയാളൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റി 3 പേരും CPMന്റെ അധ്യാപക സംഘടനയിലെ അംഗങ്ങളാണ്. അവരെങ്ങനെ റിപ്പോർട്ട് കൊടുക്കും? റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. എന്തെന്നറിയോ? വ്യക്തമാണ്. ആ റിപ്പോർട്ടിൽ അയാൾ പറയുകയാണ് ഇങ്ങനെ ഒരു ഇടിമുറിയില്ല, അവിടെ ഇല്ല പറയാ. പിന്നെ ഒരു കാര്യം അതിനകത്ത് അവസാനം പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പ് ഡെസ്ക് അടുത്ത വർഷം മുതൽ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തണം. നമ്മൾ നേരത്തെ അതൊരു ശുപാർശയാണ്. ആകെ കൂടിയുള്ള ഒരു ശുപാർശ അടുത്ത വർഷം മുതൽ. രജിസ്ട്രാർ ആയാലും ഫൈനാൻസ് ഓഫീസർ ആയാലും പിന്നെ വരുന്നത് പ്രോ വൈസ് ചാൻസലറും വൈസ് ചാൻസലർ, ഈ 4 പേർക്ക് നമ്മുടെ കേരളമാണ്, ഇവിടെ രാഷ്ട്രീയ ബന്ധം ഇല്ലാത്ത ആരും വരില്ല, സമ്മതിച്ചു. പക്ഷെ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ
കുറച്ചുകൂടെ നീതിയുക്തമായി പെരുമാറണം. നീതിയുക്തമായും മാന്യമായും മര്യാദയോടും പെരുമാറണം. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. നമ്മുടെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊരു സംഘർഷാവസ്ഥ ഉണ്ടായാലും പത്രങ്ങളിൽ പിറ്റേ ദിവസം വരുന്ന വാർത്തയിൽ ഒരു വാക്ക് ഇടിമുറി. ശരിക്കും ഇത് ശരിയാണോ? ഇതൊരു വാസ്തവമാണോ? വാസ്തവത്തിൽ എനിക്കും അതൊരു പുതിയ വാർത്തയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റി കോളേജുകളിലും അവർക്ക് ഒരു ഓഫീസുണ്ട്, അതായത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഓഫീസ്. ആ യൂണിയൻ്റെ ഓഫീസാണ് ഇവരുടെ ഇടിമുറിയായിട്ട് മാറുന്നത്. അവിടെ ചെന്ന് അതിന് കാരണം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഓർമ്മയുണ്ടാവും, 2018 നമ്മുടെ ഒരു MSc പഠിക്കുന്ന ഒരു പെൺകുട്ടി അത് കൈത്തണ്ടം മുറിച്ച് ആത്മഹത്യ സംഭവം. ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി MSc പഠിക്കാൻ വന്നതാണ്. ഏറ്റവും നല്ല ലാബ് സൗകര്യങ്ങളുള്ള റേറ്റിംഗ് ഉള്ള കോളേജ് എന്ന നിലയിലാണ് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കാൻ വന്നത്. അവിടെ വന്നപ്പോൾ എന്താ, രാവിലെ ആകുമ്പോൾ സമരത്തിന് വിളിച്ചുകൊണ്ട് പോയാൽ ഒന്നീ AK സെൻറ്ററിലെ മന്ത്രിമാരുടെ മീറ്റിങ്ങിന് ഓഡിയനായിട്ട് പോകണം, അല്ലെങ്കിൽ സെക്രട്ടറി സമരത്തിന് പോകണം. ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് ഡോക്ടർ നമ്മുടെ ജസ്റ്റിസ് ഷംസുദ്ദീൻ റിട്ടയർഡ് ഗാന്ധിയനെ അദ്ദേഹത്തെ അധ്യക്ഷനായിക്കൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റി ആ മീറ്റിങ്ങിൽ പോലും ആ കമ്മിറ്റി ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം, കോഴിക്കോട് ഇത്രയും സ്ഥലത്ത് വെച്ച് തെളിവെടുത്ത് ഒത്തിരി രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും തെളിവെടുപ്പിനെത്തി. അത് എല്ലാവരും പറഞ്ഞൊരു വാക്കാണ് ഇടിമുറി. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. ഇടിമുറി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ അവനെ നാളെ നമുക്ക് ഇടിമുറിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ഇടിമുറി കയറി ചെന്ന ഒരു പയ്യൻ പറഞ്ഞു വെച്ചാൽ പീഡിപ്പിക്കുക മാത്രമല്ല, അവിടെ വാള് ഉൾപ്പെടെയുള്ള എല്ലാ മാരകായുധങ്ങളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ദീർഘകാലം തിരുവനന്തപുരം ബ്യൂറോയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അപ്പോൾ ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇടിമുറി എപ്പോഴും വിവാദങ്ങൾ നിറയുന്നത്. എനിക്ക് തോന്നുന്നു 2000-2001 കാലഘട്ടത്തിൽ ഒരു ആദർശ് ഒരു ചാപ്പ കുത്തിയ വലിയ വിവാദമായിരുന്നു. ശരിക്കും താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഈ ഇടിമുറികളെ കുറിച്ചിട്ട്? അല്ല, ഇടിമുറി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എല്ലായിടത്തും വിദ്യാർത്ഥികളെ ഏതെങ്കിലും മുറി കൊണ്ട് തല്ലുന്നു. പക്ഷെ ഈ അധ്യാപകരുടെ കാര്യം ആലോചിക്കണം. ഈ കോളേജിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകൈ എടുത്ത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അധ്യാപകരാണ്. ഇപ്പം ഞാനും ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ചതാണ്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയം എന്നെ തല്ലിയിട്ടുണ്ട്. അന്ന് എന്നെ തല്ലാനുള്ള കേസിൽ പ്രതിയായിരുന്നു സോമപ്രസാദും പിന്നീട് ജേർണലിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് പറയും D. ജോസും ഒക്കെ. അന്ന് തല്ലിയിട്ടുണ്ട്. പക്ഷെ തല്ലുമ്പോൾ അന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നത് ഒന്ന് പന്തളംപിയാറിൻ്റെ മകനായ ഗോപി സാറും നാരായണപിള്ള സാറും. രണ്ടുപേരും CPM-ന്റെ നേതാക്കന്മാരാണ്. അതോടൊപ്പം ഗംഗാപ്രസാദ് സാറ് CPI-യുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരുന്നു. പ്രൊഫസർ രാഘവൻ നായർ. ഇപ്പൊ ഈ അധ്യാപകർ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഈ അധ്യാപകർ വന്ന് സംഘർഷത്തിന്റെ ഇടയിൽ ഇടപെട്ട് ഈ കുട്ടികളെ മാറ്റിയിട്ട് വിടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല നടക്കുന്നത്. ഇപ്പൊ SFIക്കാർ തല്ലാൻ പോകുമ്പോ അതിന് ചൂട്ടുപിടിക്കാൻ പോകുന്നത് AKPCTA-ക്കാരാണ്. ഈ അവസ്ഥ ഇത് മാറിയിട്ട് അധ്യാപക സംഘടനകളുടെ പ്രവർത്തനത്തിലാണ് ആദ്യം മാറ്റം വരുന്നത്. ഈ പലപ്പോഴും താങ്കൾ പറയുന്ന നിങ്ങൾ രണ്ടുപേരും പറയുന്ന പൊളിറ്റിക്കൽ മാനേഴ്സ് ആണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ച് സോഷ്യൽ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നതിൽ കാര്യമില്ല. കാരണം ഈ മാറി വരുന്ന തലമുറ, പുതുതലമുറയിൽ വരുന്ന അക്രമം സ്വാഭാവികമായി ജനറ്റിക്കലി വരുന്ന ചില മാറ്റങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള സ്വാഭാവികമായ ഈ പ്രായത്തിന്റെ എടുത്തിയാട്ടം എന്നൊക്കെ പറയുന്ന അത്തരം സംഗതികൾ ഈ അക്രമങ്ങൾക്ക് പിന്നിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടാകാം. പൊളിറ്റിക്സ് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു പ്രായത്തിന്റെ അതിനെയാണ് ചൂഷണം ചെയ്യുന്നത്. മുമ്പ് CPM ഏറ്റവും കൂടുതലായിട്ട് അവരുടെ പാർട്ടി പ്രവർത്തനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന DYFI-യും CET-നെയാണ്. അവരെ അത് വിട്ടു. അവർ കുറച്ച് മെച്യൂർഡായി, അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഈ കുട്ടികളാണ്, ടീനേജ് കുട്ടികളാണ്. അവരെ എങ്ങനെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് അറിയോ, ലഹരി. ക്യാമ്പസിൽ ലഹരി വ്യാപനം വളരെ കൂടുതലാണ്. അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് SFI വിദ്യാർത്ഥി. അതെങ്ങനെയാണ് നമുക്ക് പൊളിറ്റിക്കലി പറയാൻ പറ്റും? ലഹരി അതൊരു സോഷ്യൽ ഡിസാസ്റ്റർ തന്നെയാണ്, അതിനെ മാറ്റണം. അതിന് അങ്ങനെ ഒരു സോഷ്യൽ വിപത്തുണ്ട് എന്ന് കരുതിയിട്ട് അതിനെങ്ങനെ SFIയുടെ മണ്ടയിൽ വെക്കാൻ സാധിക്കും? അല്ല, SFIക്കാണല്ലോ ക്യാമ്പസുകളിൽ സ്വാധീനമുള്ളത്. അതെ, അതുകൊണ്ടാണ് ഈ കേസുകളിൽ വന്ന പ്രതികളായിട്ടുള്ള കുട്ടികളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഒറ്റ എക്സാമ്പിൾ പറയാം. നമ്മുടെ തിരുവനന്തപുരം മാതൃഭൂമി റോഡിൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്ററുണ്ട്. ആ സെന്ററിൽ ലഹരി ആയിട്ട് അവിടുത്തെ യൂണിറ്റ് SFI യൂണിറ്റ് സെക്രട്ടറിയുടെ കാറിലാണ് വരുന്നത്. കാറിനകത്തുനിന്ന് ലഹരി പിടിച്ചു. അയാൾ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാണ്.
പോലീസ് എന്തെങ്കിലും നടപടിയെടുത്തോ? ഇതിനൊരു മറുവശം, ഇതിന്റെ എനിക്ക് ഒരു കാര്യം ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം നേരത്തെ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ വനിതാ അധ്യാപകർ, വനിതാ പ്രിൻസിപ്പൽമാര്. ഇപ്പൊ ഈ സുനിൽ ഭാസ്കരൻ എന്ന് പറഞ്ഞ അധ്യാപകനെ തല്ലി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് കുത്തു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു പരിധിവരെ അതൊരു പുരുഷനാണ്, ഒരു വിരട്ടൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ തല്ലി, ഓക്കെ. പക്ഷെ സ്ത്രീകളോട് ഇതേ അധാർമികത വരുന്നു. കേരളത്തിലെ ഈ തരത്തിലുണ്ടായ ഒരു 10 കേസ് ഞാൻ കാണിക്കാം. ഇത് മൊത്തം കേസുകളിലും SFI ആണ് ഒരു ഭാഗത്ത്. ഡോക്ടർ തങ്കമണി, ഉള്ളൂരിന്റെ കൊച്ചുമകളാണ്, മഹാകവി ഉള്ളൂരിന്റെ, അവരെ ചെയ്യാൻ ഇനിയൊന്നുമില്ല. പിന്നെ ഡോക്ടർ വിജയലക്ഷ്മി തിരുവനന്തപുരത്ത് തമിഴ് ഡിപ്പാർട്ട്മെന്റിലെ റഹീമാണെന്ന് അതിന് നേതൃത്വം കൊടുത്തത്. റഹീമിന്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. കേസിൽ സെന്ററുമായി ബന്ധപ്പെട്ട കേസ്. മറ്റേ ഡോക്ടർ സരസു തവണ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയത്, അവർക്ക് കുഴിമാടം ഒരുക്കി, റീത്ത് വെച്ചു. അപ്പൊ അതൊരു സാംസ്കാരിക പ്രവർത്തനം അല്ലേ എന്നാണ് MA ബേബി ചോദിച്ചത്. അതെ. ഡോക്ടർ M രമ കാസർഗോഡ് അവർക്ക് ഇപ്പോഴും പെൻഷൻ കൊടുത്തിട്ടില്ല, ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും. എന്തിനാ ഇങ്ങനെ ഹൈക്കോടതി പെൻഷൻ കൊടുക്കാൻ ഉത്തരവിട്ടത് ഏപ്രിലാണ്. ഏപ്രിലായിട്ട് ഇത്രയും മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ഈ ഹൈക്കോടതിയുടെ ഉത്തരവിന് എന്ത് വിലയാണ് CPM-ന്റെ മുന്നിൽ? അല്ല, അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡോക്ടർ സിസ തോമസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി വരെ അവരെ ഗവൺമെന്റ് പോയിട്ട് ചേർത്ത് കളഞ്ഞു. ചാൻസലറാണ് അവരെ പോസ്റ്റ്. അവർ വളരെ മിടുക്കിയായിട്ടുള്ള, വളരെ സ്ത്രീകളോടുള്ള പരാക്രമം. അവരാരാണെന്നറിയോ? ഡോക്ടർ ബിജു, നമ്മുടെ ബിജു ഉണ്ടല്ലോ, XMP, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അവരെ ഭയങ്കരമായി മാനസികമായി പീഡിപ്പിച്ചത്. മനസ്സിലായി. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഒരു മറുവശം ഞാൻ ചോദിക്കോട്ടെ. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ചില ആൾക്കാർ SFI നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആക്ഷേപങ്ങൾ വന്നു. പക്ഷേ ഇതിനെ ഒരു മറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ലഹരിയുടെ കച്ചവടക്കാരായ ചില ആൾക്കാർ ക്യാമ്പസുകളിലേക്ക് നുഴഞ്ഞു കയറുന്നു. അവർക്കൊരു എന്താ പറയുക, ഒരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കച്ചവടത്തിനൊരു പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ട് SFI ദുരുപയോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ. പക്ഷെ ഇത് ലഹരിക്ക് മാത്രമല്ല, തീവ്രവാദത്തിനുണ്ട്. അഭിമന്യു കേസ് ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ? 6 വർഷമായി അഭിമന്യു കേസ് ഉണ്ടായിട്ട്. എവിടെ പോയി കുത്തിയ കത്തി? ഇതുവരെയും കേരള പോലീസ് സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിനെക്കാട്ട് വലിയ പോലീസാണെന്ന് പറയുന്നത്. എവിടെ കത്തി? കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. അഭിമന്യുവിന് വേണ്ടിയിട്ട് ഇപ്പൊ SFIക്കാർ പോലും സംസാരിക്കുന്നില്ല. ഇല്ല. അഭിമന്യുവിന് പണം പിരിച്ചു. പിരിച്ച പൈസയിൽ എത്ര കൊടുത്തു വീട്ടുകാർക്ക്? ബാക്കി പൈസ പുട്ടടിക്കുക ചെയ്ത് വീട് വെച്ച് കൊടുത്തു. വീട്, അതെ, മൊത്തം എത്ര കൊടുത്തു? ഈ കുട്ടികൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടുന്നത് നമ്മൾ SFI ആണ് പൂർണ്ണമായും ഒരു വിഭാഗം അധ്യാപകർ എന്തിനറിയോ? അധ്യാപകർ SFIയുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അധ്യാപകർക്ക് സിൻഡിക്കേറ്റ് മെമ്പറാവാം, അക്കാഡമിക് കൗൺസിൽ മെമ്പറാവാം, ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളാവാം, വൈസ് ചാൻസലർ ആവാം, രജിസ്ട്രാർ ആവാം. ഇപ്പോഴായിരിക്കുന്ന ആൾക്കാർ പലരും ആ രീതിയില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥി സംഘടനയെ പരിപോഷിക്കുന്നതിന് വേണ്ടി ഈ അധ്യാപകൻ എല്ലാ പ്രവർത്തനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ് കോളേജ്, എനിക്ക് ഗവൺമെൻറ് കോളേജിലെ അധ്യാപകരെന്ന് പറഞ്ഞാൽ PSCയുടെ ടെസ്റ്റ് എഴുതി വരുന്ന മിടുക്കന്മാരാണ്. പക്ഷേ അവിടെ ഇതേപോലത്തെ കുറേ അധ്യാപകരുണ്ട്. അവരുടെ പ്രവർത്തനം, അവരുടെ കയ്യിലാണ് നിയന്ത്രണം, അധ്യാപകന്. അതുകൊണ്ട് മറ്റു അധ്യാപകർ സൈലൻ്റ് ആയിരിക്കും. എന്തെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യാപകൻ പീഡിപ്പിക്കപ്പെടും. അവരെ ഒന്നിൽ ഗവൺമെൻറ് കോളേജിൽ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഈ രീതിയിൽ ഒരു വിഭാഗം അധ്യാപകരും, അത് AKPCTA, AKGCTA തുടങ്ങിയ അധ്യാപകരും ഇവരും കൂടെ ചേർന്നാണ്. അതുകൊണ്ട് പിള്ളേർക്ക് SFI ചേർന്നാൽ ഇൻ്റേണൽ മാർക്ക് കിട്ടും. തീസിസ് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി അതിനെല്ലാം പുറമെ വേറൊന്നും, ഹോസ്റ്റൽ അഡ്മിഷൻ. SFI ചേർന്നാൽ ഹോസ്റ്റൽ അഡ്മിഷൻ. ഹോസ്റ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 കൊല്ലം 10 കൊല്ലം വരെ ഹോസ്റ്റലിൽ നിന്ന് മാറണ്ട. അതെന്താ അതിന്റെ ഒരു മെക്കാനിസം എന്താ? കോഴ്സ് കഴിയുമ്പോൾ പുറത്ത് പോകേണ്ടത് അതാണ് വേണ്ടത്. 5 വർഷമാണ് നമ്മുടെ PhD തീസിസ് സബ്മിറ്റ് ചെയ്ത കുട്ടികൾക്ക് 5 വർഷം പരമാവധി ഹോസ്റ്റലിൽ താമസിക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി സാങ്ഷൻ കൊടുക്കും, 2 വർഷം കൂടെ എക്സ്റ്റൻഷൻ കൊടുക്കും. അത് വീണ്ടും 2 കൊല്ലം, അങ്ങനെ 15 വർഷം വരെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥി. അപ്പോൾ ചെയ്യേണ്ടത് 5 വർഷം കഴിയുമ്പോൾ അവർ വെളിയിൽ താമസിക്കണം. തീസിസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് ഹോസ്റ്റലുകൾ ഒരു താവളമാക്കുന്നതിന്റെ താവളമാകുന്നത് മാത്രമല്ല, അതെന്താ അതിന്റെ പിന്നിലെ എല്ലാ പ്രാവശ്യവും ഇല്ല. ഒരു കാഴ്ച ഇപ്പൊ തന്നെ എന്താണോ, ഇപ്പൊ തന്നെ ഇടിമുടി എന്ന് പറഞ്ഞില്ലേ, റിസർച്ചേഴ്സ് ഹോസ്റ്റൽ എല്ലാം 121 നമ്പർ ഹോസ്റ്റൽ മുറിയാണ് ഇടിമുടി എന്ന് പറഞ്ഞപ്പോൾ കാര്യവട്ടം ക്യാമ്പസ്. അതിനെ നമ്മുടെ ഇപ്പോഴത്തെ ഈ കമ്മിറ്റി ഉണ്ടല്ലോ, 3-അംഗ കമ്മിറ്റി, ആ 3-അംഗ കമ്മിറ്റിയിലെ ചെയർമാൻ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് ആ റൂമിന്റെ കൊടുത്ത് അലോട്ട് ചെയ്തിട്ടുള്ള റിസർച്ച് സ്കോളർ കൽക്കട്ടയിൽ
ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ പോയിക്കാണ്, അയാൾ അവിടെ ഇല്ല, അതുകൊണ്ട് താക്കോല് വരെ കാണില്ലേ. അതായത് ഇടി നടന്നു, ഇടിമുറിയില്ല എന്നുള്ളതാണ്. അതെ, ഇടി നടന്നു, 5 വർഷമാണ് 5 വർഷം. ഈ ഹോസ്റ്റല് വിദ്യാർത്ഥികൾക്ക് അത് ഈ ദരിദ്രനാരായണന്മാരായ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട് പഠിക്കാൻ, കാശില്ലാത്തവര്. തീർച്ചയായിട്ടും അർഹരായവർക്ക് ഇത് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. ഇത് മാത്രമല്ല, ഈ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണം. ഇതിന്റെ ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ഇത് പോകണ്ടേ? പക്ഷെ നിയമം നടപ്പിലാക്കണ്ടേ? ഇവിടെയാണ് നീതിപീഠങ്ങളുടെ പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും പോലീസ് സൈലന്റ് ആണ്. പൂർണ്ണമായിട്ടും രാഷ്ട്രീയവൽക്കരിച്ചു എന്നല്ല, വന്ധ്യംവൽക്കരിച്ചിരിക്കുകയാണ് പോലീസിനെ. വന്ധ്യംവൽക്കരിച്ചതുകൊണ്ടാണല്ലോ ഈ ഗുരുദേവ കോളേജിലെ അധ്യാപകനെ തല്ലിയതിന്റെ CCTV വിഷ്വൽസ് ഉണ്ടായിട്ടും അത് കേസെടുക്കാതെ പ്രിൻസിപ്പൾ തല്ലിയെന്ന് പറഞ്ഞിട്ട് വ്യാജ പരാതി കൊടുത്തപ്പോൾ അവിടെ കേസെടുത്തു. അപ്പൊ ഈ നീതിപീഠം പറഞ്ഞു ഡോക്ടർ എം രമയുടെ പെൻഷൻ കൊടുക്കാൻ, ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് നമുക്കിത്? ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ അടുത്തിടെ കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്ത വിവാദമായ ഒരു പരാമർശമാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം. അതായത് വഴിയോരത്ത് നിന്ന് പ്രതിഷേധിക്കുന്ന ആൾക്കാരെ DYFI പ്രവർത്തകരോ SFIക്കാരോ കൈകാര്യം ചെയ്ത രീതി അദ്ദേഹം അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വീണ്ടും വിവാദമായപ്പോൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്, അന്ന് ചെയ്ത സംഗതി ഞാൻ ഇന്നലെ ആവർത്തിച്ചു, ഇന്ന് പറയുന്നു, നാളെയും ആവർത്തിക്കും. അപ്പോൾ മുഖ്യമന്ത്രി ഇത്രയും സ്റ്റേൺ ആയിട്ടൊരു നിലപാട് എടുക്കുമ്പോൾ അതൊരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ലൈസൻസായി മാറുകയാണോ SFIക്കാർക്ക്? ഉറപ്പല്ലേ? ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം, മുഖ്യമന്ത്രി എന്ന് പറയുന്നാൽ മുഖ്യമന്ത്രി ആകുന്ന ദിവസം വരെ ഉള്ളൂ CPM-കാരൻ. മുഖ്യമന്ത്രിയുടെ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ മുഴുവൻ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. മുഴുവൻ പൗരന്മാരുടെയും സ്വത്തും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആളാണ് അദ്ദേഹം. സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് പോകരുത്. പിന്നീട് സ്വന്തം പാർട്ടിക്ക് ഇത് രാഷ്ട്രീയമാണ്, ചെയ്യാം, ഫേവറിറ്റിസം ചെയ്തോട്ടെ, പക്ഷേ ഒരിക്കൽ പോലും അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പോയിന്റ് ക്ലിയർ ആണ്. അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കറുത്ത പാടായിട്ട് ഇന്ന് അവശേഷിക്കുന്നത് രാജൻ കേസാണ്. ഈച്ചരവാരര് അച്യുതമേനോനെ കാണാൻ വരുമ്പോഴത്തേക്ക് തന്റെ മോനെ തെരഞ്ഞുപിടിക്കാൻ ഞാൻ എന്താ പോലീസ് പണി എടുക്കണമെന്ന് ചോദിച്ചു അച്യുതമേനോൻ. കേരളം കണ്ട ഏറ്റവും ബെസ്റ്റ് രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ചുണ്ടി പിടിച്ചു. അത് ഇന്ന് ഏറ്റവും വലിയ കറുത്ത പാടായിട്ട് അവശേഷിക്കുകയാണ്. മനസ്സിലായി. ഇവിടെ നമ്മൾ ഇപ്പോൾ കൊയിലാണ്ടി കോളേജിൽ നടന്ന സംഭവങ്ങളാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രിൻസിപ്പൾ ഇപ്പോഴും നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നു. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ പ്രിൻസിപ്പളിന് നീതി കിട്ടുമോ ഇല്ലയോ? ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ നിയമസഭയിലുള്ള പ്രസ്താവനയോടുകൂടി ഒരു അധ്യാപകനും ഒരു പ്രിൻസിപ്പലിനും നീതി ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നീതി വിദ്യാർത്ഥിക്കായിരിക്കും. നടപടി എടുക്കില്ല. ഇല്ല, അതാണ് വിദ്യാർത്ഥിക്കാണ് നീതി കിട്ടാൻ പോകുന്നത്. കാര്യം അവര് പറയുന്നത് ശരിവെക്കും, പോലീസുകാരെ നടപടി എടുക്കും. കാരണം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, SFIയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, അവർ 35 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിനെ നിങ്ങൾ ഉയർത്തിക്കാണിക്കരുത്, അവരുടെ വളർച്ചയിൽ നിങ്ങൾ അസൂയപ്പെടുന്നു പറഞ്ഞ വാക്കുകളാ ഒരു മുഖ്യമന്ത്രി. പിണറായി വിജയൻ പറയാം, CPM ഒരു മുഖ്യമന്ത്രിയായി പറയാൻ പറ്റില്ല. ഇതെന്താണ് ഇത് നമ്മുടെ നാട്ടിലെ രക്ഷകർത്താക്കൾ കണ്ടുകൊണ്ട്. ഇവിടെ ആ രക്തസാക്ഷിയുടെ ഒരു കാര്യം കൂടെ, ഞാൻ കൊല്ലത്ത് വിദ്യാർത്ഥി പക്ഷത്തിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്താണ് SM കോളേജിലെ ശ്രീകുമാർ കേസ് നടക്കുന്നത്. ശ്രീകുമാറിനെ കുത്തിയതാരാണ്, പ്രതികളെയൊക്കെ വെറുതെ വിട്ടു, ആരെയുള്ള ആയിക്കോട്ടെ. പക്ഷെ ഈ കുത്തുകൊണ്ടതിന് ശേഷം കോളേജിലെ 4 നിലയിലും ഈ കുത്തുകൊണ്ട ആളിനെയും കൊണ്ട് പ്രകടനം നടത്തി താഴെ വന്നിട്ടാണ് ആസ്പത്രിയിൽ കൊണ്ടുവന്നത്. അന്നത്തെ ഡോക്ടറുടെ റിപ്പോർട്ട് ആ കേസ് നടക്കുന്ന സമയത്ത് ആ കേസിന്റെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 20 മിനിറ്റ് മുമ്പെങ്കിലും ആസ്പത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ശ്രീകുമാർ മരിക്കില്ലായിരുന്നു. ഇത് ജീർണതയാണ് രാഷ്ട്രീയത്തിന്റെ. ഈ ജീർണതയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം പുറത്തു വരണം. താങ്കൾ പറഞ്ഞ വാദം അംഗീകരിക്കുന്നു. ഇദ്ദേഹത്തിന് ഇത് നാളെയും ആവർത്തിക്കും. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്. അദ്ദേഹത്തിന് നീതി ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യം താങ്കൾ പറഞ്ഞു. ഉറപ്പാണ്. വാദി പ്രതിയാകുമോ? അതായത് ഈ പ്രിൻസിപ്പൾ അവസാനം അകത്ത് പോകേണ്ട സാഹചര്യം? കാരണം അതിനുവേണ്ടിയാണ് കർണപുടം അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ പ്രിൻസിപ്പൽ റിമാൻഡിലാകാതിരുന്നാൽ കൊള്ളാം. അല്ല, CCTV വിഷ്വൽസ് ഉള്ളതുകൊണ്ട് കോടതി അത് നോക്കും. പക്ഷെ പ്രൊഫസർ രമയുടെ അവസ്ഥ എന്താ? ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. ഡോക്ടർ രമയ്ക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, ഡോക്ടർ സിസയ്ക്ക് കിട്ടിയിട്ടില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല. ബ്ലോക്ക് ചെയ്യാൻ. അതേസമയം വേറെ സംഭവം ഉണ്ടായി. പിന്നെ നമ്മുടെ കാസർഗോഡ് കോളേജിലെ ഒരു അധ്യാപകൻ
വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേര് മഹാരാജ് കോളേജിലേക്ക് മാറ്റി എന്താണെന്നറിയാം, അയാൾ AKGCയുടെ നേതാവായതുകൊണ്ട് മാറ്റിയതേ ഉള്ളൂ. മഹാരാജ് കോളേജിൽ വെച്ചോ അതുപോലെ പീഡിപ്പിച്ചു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് പീഡിപ്പിക്കും. ലൈസൻസ് എന്താ? AKGCയുടെ മെമ്പറാണ്. അതേസമയം പഠിപ്പിച്ച അധ്യാപക കോടതി വിധി ഉണ്ടായിട്ട് പോലും നമ്മുടെ അധ്യാപകർ. അപ്പം ഞാൻ പറയുന്നത് ഇത്രയും മിടുക്കരായിട്ടുള്ള അധ്യാപകർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള നമ്മുടെ രക്ഷകർത്താക്കളത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സമാധാനത്തോടുകൂടി കുട്ടികളെ കോളേജിലേക്ക് അപ്പോൾ അവർ കണ്ടെത്തുന്ന മാർഗം എന്താണെന്നറിയോ? വിദേശത്തേക്ക് വിടുക, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലേക്ക് വിടുക. അല്ല അതേപോലെ കേരളത്തിലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അനീഷ്. നോക്ക്, കൽപ്പിത സർവകലാശാലകളിലേക്കും സ്വകാര്യ സർവകലാശാലകളിലേക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ തള്ള അമൃത സർവകലാശാലയിലാണ്. ഇപ്പൊ ചിന്മയ വരാൻ പോയി, ചിന്മയയിലും ചിന്മയ യൂണിവേഴ്സിറ്റി. അതായത് അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് വിദ്യാഭ്യാസം നടക്കും, ഫാക്കൽറ്റി നല്ലതാണ്. അമൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഫിലാഡൽഫിയ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ റിസർച്ചർ ഇപ്പൊ അദ്ദേഹം ഡോക്ടർ APJ അബ്ദുൽ കലാം പേര് ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിലെ പേര് റെഫർ ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകർ കേരളത്തിലേക്ക് ഈ തരം സ്വകാര്യ സർവകലാശാലയിലേക്ക് വരുന്നു. ഡോക്ടർ രാജശേഖരൻ പിള്ള ഇവിടെ MG യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിനെതിരെ എമ്മാതിരി തോന്നിയാസം നടന്നാണ് ഡോക്ടർ VN രാജശേഖരൻ പിള്ള. എത്രയും കാലമായിട്ട് അദ്ദേഹം നമ്മുടെ മന്ത്രി പറയും ഇതിനെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കാൻ പോവുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിൽ കൊയിലാണ്ടി കോളേജിൽ അധ്യാപകന് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. താങ്കളുടെ വ്യക്തിപരമായ വിലയിരുത്തൽ അദ്ദേഹത്തിന് നീതി ലഭിക്കില്ല. താങ്കൾ എന്താ കരുതുന്നത്? അല്ല, അത് നീതി അദ്ദേഹത്തിന്റെ ലഭിക്കുക പൊതുസമൂഹമെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. വാദി പ്രതിയാകുമോ എന്നുള്ളതാണ് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം പ്രതിയാകും. അല്ല, ഇപ്പൊ കേസ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്, മറ്റേ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ, ഏതായാലും എന്താ പറയുക, ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇതിൽ എന്താണ് അപ്ഡേഷൻസ് എന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിന്റെ അപ്ഡേഷൻസ് വരുന്ന മുറയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, നന്ദി.